2 ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പോയതാ. അതിൻ്റെ ഇടയിലാണ് മലൈക്കോട്ടെ വാലിബന്റെ ഇപ്പോൾ പ്രൊമോഷൻ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. പ്രൊമോഷൻ കുറേ തുടങ്ങിയിട്ട് ഓരോ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ വലിയ രീതിയിലുള്ള ഹൈപ്പ് ഇപ്പോൾ മലൈക്കോട്ടെ വാലിബന് ഈ മാസം 24-ാം തീയതി ഒരു സിനിമ കിട്ടിക്കഴിഞ്ഞു. ഇറങ്ങിയ പാട്ട്, ലാലേട്ടൻ പാടിയ പാട്ട്, അങ്ങനെ എല്ലാ പാട്ടുകളും ഹിറ്റാവുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു ടീസറിലെ ഡയലോഗുകൾ ഹിറ്റാവുന്നു. അപ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്, മലൈക്കോട്ടെ വാലിബനിലെ ലാലേട്ടനെയും അതുപോലെ തന്നെ നൻപകൽ നേരത്തെ മമ്മൂക്കയെയും ആരെയായിരുന്നു നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ട് നേരിടാൻ, അല്ലെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മമ്മൂക്കയ്ക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഇന്ന സാധനങ്ങൾ ഇന്ന രീതിയിൽ വേണം എന്നുള്ളത്. ഡയറക്ടർ മൂവിയാണ്, അത് ചോദിക്കുന്നത് കൊടുക്കാൻ മമ്മൂക്കയുടെ കയ്യിൽ ആയിരക്കണക്കിന് ഇമോഷൻസും മറ്റു കാര്യങ്ങളും ഉണ്ടാവും ചെയ്യും. അത് കൃത്യമായി കൊടുത്തു. അതേപോലെ ബെസ്റ്റ് ആക്ടർ അവാർഡും വാങ്ങി പോന്നു. ഒരുപാട് ഫിലിം ഫെസ്റ്റിവലിൽ കളിച്ച അവാർഡുകൾ വാരിക്കൂട്ടുന്ന സിനിമ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിനടുത്ത് പറഞ്ഞൊരു സാധനം അദ്ദേഹം കൃത്യമായി ചെയ്ത് ഉള്ളം കയ്യിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സിനിമയിൽ മമ്മൂക്കയുടെ ഇതുവരെ കാണാത്ത ഭാവങ്ങളും നമ്മൾ കണ്ടു. ഇപ്പോൾ അടുത്തത് മലൈക്കോട്ടെ വാലിബനോടുള്ള ചോദ്യമാണ്. ഈ ഒരു സിനിമയിൽ ഈ താരത്തെ നിങ്ങൾ ഏത് രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, ഇവിടെ എനിക്കൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടില്ലായിരുന്നു, എല്ലാം ലാലേട്ടൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. അത് എന്തായാലും സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾ ഞെട്ടുമോ എന്ന ചോദ്യത്തിന് നിങ്ങൾ ഞെട്ടുമോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹം അത് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് എന്നാണ് ലിജോ ജോസ് പറയുന്നത്. ആ സമയത്തെല്ലാം ലാലേട്ടൻ വലിയ രീതിയിൽ സംസാരിക്കുന്നൊന്നുമില്ല, ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം തിയേറ്റർ വലിയ രീതിയിൽ എന്താ പറയുക, ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവുക എന്നുള്ള, പൊട്ടിത്തെറിക്കുള്ള സാധ്യത ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വളരെ നന്നായിട്ട് ചെയ്തു എന്ന് തന്നെ ഞാൻ കരുതുന്നത്. ഇനി അങ്ങനെ വലിയ ഓളം ഉണ്ടായിട്ടില്ല എങ്കിൽ എൻ്റെ നെഞ്ചത്തോട്ട് എടുക്കല്ലേ എന്നും ലാലേട്ടൻ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. എന്തായാലും ഒടിയൻ പോലെ ഈ പടം ആവില്ല എന്നുള്ള കാര്യം എനിക്കൊരു 90% ഉറപ്പുണ്ട്. 10% എൻ്റെ കയ്യിലില്ല. ഇതൊരു ഡയറക്ടർ മൂവിയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലാലേട്ടൻ്റെ സുഹൃത്തുക്കളൊക്കെ പ്രൊഡ്യൂസൊക്കെ ചെയ്തിട്ടുണ്ടാവാം. എന്നിരുന്നാലും ഡയറക്ടർ കൊടുത്ത ഒരു സാധനം നന്നായി ചെയ്തു എന്നുള്ള രീതിയിലാണ് ആൾ പറയുന്നത്. അത് വളരെ നന്നായി ഭംഗിയാക്കാൻ എന്തായാലും മലൈക്കോട്ടെ വാലിബന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരി പറയുന്നത്. ഒരിക്കലും ഞാനൊരു താരത്തെ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല, ഒരു നടനെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളൊരു താരത്തെ കാണാനായിട്ട് തിയേറ്ററിൽ വരേണ്ടതില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഓരോ ഫോട്ടോസും ഓരോ വീഡിയോസിൻ്റെ കഷ്ണങ്ങളും ഒക്കെ വരുമ്പോഴും സിനിമയുടെ ഹൈപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സത്യത്തിൽ ഈ ഒരു ഹൈപ്പിൽ പോയിട്ട് സിനിമയാറ്റം വലിയ രീതിയിൽ ഹിറ്റായി കഴിഞ്ഞാൽ ഒരു പക്ഷേ മോഹൻലാലിൻ്റെ തിരിച്ചു വരവിന് ഇത് ഒരു വലിയ മുതൽക്കൂട്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 2023 അവസാനം നേര് എന്ന സിനിമയിലൂടെ ലാലേട്ടൻ ഒരു രക്ഷയുമില്ലാതെ അഭിനയിച്ച് തകർത്ത് അവിടെ ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതേ ഒരു ചരിത്രം നമ്മുടെ മമ്മൂക്കയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. 2022 അവസാനം ഒരു തിരി അങ്ങ് കൊളത്തിയതാ. പിന്നെ 23 കഴിഞ്ഞ് 24 എത്തുമ്പോൾ ഓസ്ലറിൽ വരെ തിളങ്ങി നിൽക്കുക. ഇതുപോലെ ലാലേട്ടന് തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ വർഷം അവസാനം നേരെന്ന സിനിമയിലൂടെ തിരി കൊളത്തി കഴിഞ്ഞു. ഇനി ഇതാ മലൈക്കോട്ടെ വാലിബൻ വരുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ പഴയ വസന്തത്തിലേക്ക് ലാലേട്ടൻ തിരിച്ചു വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് എനിക്ക് വളരെയധികം ആകാംക്ഷയുള്ളൊരു കാര്യമാണ്. കാരണം ലാലേട്ടനൊക്കെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ പഴയകാല സിനിമകളിലൂടെ ഇഷ്ടപ്പെട്ട് ആ ഇഷ്ടം ഇങ്ങനെ ഊട്ടി ഉറപ്പിച്ച് കൊണ്ടുവന്നതാ. അതിനിടയിൽ ചെറിയ രീതിയിലുള്ള ഒരു ശോഭ ഇല്ലാണ്ടായി. പക്ഷെ അതിനിടയിൽ പെട്ടെന്ന് അത് കത്തിക്കയറും. ലാലേട്ടനാണേ ഇത്രയും കാലം എത്ര സിനിമകൾ മോശമായാലും ഒരൊറ്റ സിനിമ കൊണ്ട് മലയാള സിനിമയുടെ ഉള്ളം കയ്യിലേക്ക് കൊണ്ടുവെക്കാനുള്ള കഴിവുള്ള മനുഷ്യനാണ്. അപ്പോൾ നമ്മുടെ മമ്മൂക്കയെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്, ലാലേട്ടൻ തിരിച്ചു കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ജയറാമിനെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി സുരേഷ് ഗോപിയെയും ജയറാമിനെയും തിരിച്ചു കിട്ടിയാൽ ഇതൊരു വൻ കിട്ടലാവും. എന്തായാലും നല്ല നല്ല സിനിമകൾ ഇനി ജയറാമൊക്കെ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം നല്ല സെലക്ഷനിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ നമ്മുടെ ലെജൻഡ് ആക്ടേഴ്സ് തന്നെയാണ്. അവർ വീണ്ടും മലയാള സിനിമ അങ്ങോട്ട് കീഴടക്കും. രോമാഞ്ചം വന്നു ഞാൻ ലാലേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോൾ. അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഒരൊറ്റ സിനിമ നന്നായാൽ മതി, ഇത്രയും കാലത്ത് നെഗറ്റീവ് ഒക്കെ പോയി പോകും. അത് തന്നെയാണ് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ